നമസ്കാരം. ചില കാര്യങ്ങളിൽ കെ മുരളീധരൻ പലപ്പോഴും ചില സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പലപ്പോഴും വി ഡി സതീശനെതിരായി ആക്രമണം നടത്താറുണ്ട്. ഇപ്പോഴിതാ പുതിയ ഇര രമേശ് ചെന്നിത്തലയാണെന്ന് പറയേണ്ടി വരും. മറ്റൊന്നുമല്ല, രമേശ് ചെന്നിത്തല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വല്ലാത്ത ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. വല്ലാതെ ഉയർന്ന് പരിലസിച്ച് തെളിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ രമേശ് ചെന്നിത്തല സമസ്തയുടെ ഒരു വേദിയിൽ അവിടെ പോയി സംസാരിക്കുകയും ചെയ്തത് നമുക്കറിയാം. അതിനെ തുടർന്ന് മറ്റ് വിവാദങ്ങളുണ്ട്. അതിനു മുമ്പ് ഈ കേരളത്തിലെ സമുദായ നേതാവെന്ന് സ്വയം അഭിമാനിച്ച് നടിച്ചു നടക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകാൻ ഉദാത്തനായ നേതാവ് എന്ന് പറഞ്ഞിരുന്നു. അതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മന്നൻ ജയന്തിയോടനുബന്ധിച്ച് രമേശ് ചെന്നിത്തല NSSന്റെ മുറ്റത്ത് കളിച്ചു വളർന്ന ഒരാളാണ്, NSSന്റെ പുത്രനാണ് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, രണ്ട് സമുദായ നേതാക്കൾ, അതായത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന രണ്ട് സമുദായങ്ങളുടെ രണ്ട് നേതാക്കൾ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉണ്ട്. രമേശ് ചെന്നിത്തലയെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് ഈ രണ്ടുപേരും. ഒരാൾ പറയുന്നത് ഞങ്ങളുടെ മാനസപുത്രനാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പുത്രനാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുമ്പോൾ, ഒരാൾ പറയുന്നത് എന്തുകൊണ്ടും യോഗ്യനായ വ്യക്തിയാണ് രമേശ് ചെന്നിത്തല എന്നും പറയുന്നു. അതായത് രണ്ടുപേരും കൂടി നിൽക്കുന്നു. മുസ്ലിം ലീഗുകാർക്കായിട്ട് രമേശ് ചെന്നിത്തലയോട് ചെറിയ പ്രിയവുമുണ്ട്. അതായത് സമുദായ സംഘടനകൾ, മുസ്ലിം സമുദായത്തിൻ്റെയും ഹിന്ദുത്വത്തിൽപ്പെട്ട എല്ലാ സമുദായങ്ങളുടെയും അപ്പാടെയുള്ള പിന്തുണ കിട്ടിക്കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല ഞാനെന്തോ വലിയ സംഭവമായി എന്നുള്ള ഒരു തോന്നൽ, ആ തോന്നലിന് ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുകയാണ് കെ മുരളീധരൻ. ആരും അങ്ങനെ മുഖ്യമന്ത്രിയാകാമെന്ന് സ്വപ്നം കണ്ട് നടക്കേണ്ട എന്നാണ് പറയുന്നത്, അല്ലേ? ഇപ്പം 2-3 ആൾക്കാർ തങ്ങളെ പുകഴ്ത്തി പറയുന്നത് കൊണ്ട് ആർക്കും മുഖ്യമന്ത്രിയാവാൻ കഴിയില്ല. അതിന് ചില നടപടിക്രമങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം പഞ്ചായത്തിൽ മത്സരിച്ച് വിജയിക്കണം, അതിനുശേഷം നിയമസഭയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കണം. അതായത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിക്കണം. എങ്കിൽ മാത്രമേ രമേശ് ചെന്നിത്തലയ്ക്ക് അടുത്ത നിയമസഭയിൽ മത്സരിക്കാൻ കഴിയൂ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അടപടലം കോൺഗ്രസ് പാർട്ടി വീണ് കഴിഞ്ഞാൽ ഈ പറയുന്ന നേതാക്കന്മാരുടെ എല്ലാവരുടെയും ചീട്ട് കീറും. എന്ത് പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും മേലെ തട്ടിൽ നിന്നുകൊണ്ട് മാത്രമാണ്. താഴെ തട്ടിൽ ഒരു പ്രവർത്തനവുമില്ല, ജനങ്ങളുമായി യാതൊരു ആശയവിനിമയത്തിനുമില്ല. ഇവിടുത്തെ സർക്കാരിനെ വീഴ്ത്തുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. ആർക്ക് മുഖ്യമന്ത്രിയാകണം എന്നുള്ള ചർച്ചകൾ മാത്രമാണ് സജീവമായിക്കൊണ്ടിരിക്കുന്നത്. ആര് മുഖ്യമന്ത്രിയാകും, അതിനുവേണ്ടി സ്വന്തം നിലയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെ കോൺഗ്രസിലെ നേതാക്കന്മാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ LDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ വരുന്നില്ല. അവിടെ തെരഞ്ഞെടുപ്പും കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുഖ്യമന്ത്രിക്ക് വേണ്ടി വടംവലി നടക്കുകയുള്ളൂ. അങ്ങനെ വടംവലി നടത്തിയുള്ള ശീലം LDFനോ CPMനോ ഇല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഇത് മുൻപ് തന്നെ തുടങ്ങിയതാണ്. നമുക്കറിയാം, കെ കരുണാകരനെ വീഴ്ത്താൻ ഈ രമേശ് ചെന്നിത്തല കൂട്ടു നിന്നിട്ടില്ലേ? ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല. അങ്ങനെ കെ കരുണാകരനെ വീഴ്ത്തുന്നു. ഒടുവിൽ ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ പുതിയൊരാൾ വരുന്നു, വി ഡി സതീശൻ. അങ്ങനെ ഉമ്മൻചാണ്ടിയെയും വീഴ്ത്തി. അപ്പം ഈ കൂടെ നിൽക്കുന്ന മുഖ്യമന്ത്രിയായിരിക്കുന്ന അല്ലെങ്കിൽ കഴിവുള്ള നേതാക്കന്മാരെ എല്ലാം എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തിയാടിക്കുക എന്നുള്ളതാണ് കുട്ടി നേതാക്കന്മാരായി വീണ്ടും വീണ്ടും എത്തുന്നവരുടെ ശ്രമം. ഇപ്പോൾ വി ഡി സതീശൻ തന്നെ പലരെയും വിരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ വി ഡി സതീശന് മുഖ്യമന്ത്രിയാകാൻ എന്താണ് യോഗ്യത? ഒരു വട്ടം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നാണോ വി ഡി സതീശന്റെ യോഗ്യത? രമേശ് ചെന്നിത്തല നേരത്തെ മന്ത്രിയായിരുന്നിട്ടുണ്ട്. അതോ ഇപ്പോൾ പറയുന്നത് കെ മുരളീധരൻ ചോദിക്കുന്നത് ചില സമുദായങ്ങൾ പുകഴ്ത്തി പറയുന്നതാണോ ഒരു മുഖ്യമന്ത്രിയാകാനുള്ള അടിസ്ഥാന യോഗ്യത എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യം, കെ മുരളീധരന്റെ ചോദ്യം ശരിയായ അർത്ഥത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ശരിയല്ലേ അത്? ആ ചോദ്യത്തിനകത്ത് ചില കഴമ്പുകളില്ലേ? ഇവിടെ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധ ചെലുത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയാതെ പോകും. കാര്യം എന്താ? മേലെത്തട്ടിൽ നല്ല ഗംഭീര അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് മുഖ്യമന്ത്രിയാകണം, ആരായിരിക്കണം ഇത് ചെയ്യേണ്ടത്, അല്ലേ? ഇങ്ങനെ നടക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകും. ഒരു മൂന്നാം മുന്നണി എന്നുള്ള നിലയിൽ BJP ഒട്ടുമിക്ക സ്ഥാനങ്ങളിലേക്കും ഒട്ടുമിക്ക പഞ്ചായത്തുകളുടെയും ഭരണം പിടിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മൂന്നാം മുന്നണി എന്ന സ്ഥാനത്ത് നിന്ന് NDA രണ്ടാം മുന്നണിയുടെ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യുന്നു. ഒറ്റ പ്രബല കക്ഷിയായി എപ്പോഴും LDF തന്നെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചില സാഹചര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞതാണല്ലോ. ഇദ്ദേഹത്തെ, അതായത് രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി അടിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ ഈ രമേശ് ചെന്നിത്തല ഇപ്പോൾ കരുതിയിരിക്കുന്നത്, എന്തു തന്നെയാണെങ്കിലും ഞാൻ തന്നെ മുഖ്യമന്ത്രി, ഇനി എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. കാര്യം എന്താ? എല്ലാ സമുദായങ്ങളും എനിക്കൊപ്പം ഉണ്ട്. മുസ്ലിം ലീഗുണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിയാൽ കാണാം
വെള്ളാപ്പള്ളി നടേശനുണ്ട്, NSSകാരുണ്ട്, സുകുമാരൻ നായരുണ്ട്. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് 100% വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നത്തിലാണ് സത്യത്തിൽ ഇദ്ദേഹം നിൽക്കുന്നത്, രമേശ് ചെന്നിത്തല നിൽക്കുന്നത് നമുക്ക് കാണാം. പിന്നെ എന്താ, ഇതിൽ വെറുതെ അങ്ങാകാൻ കഴിയുമോ? അങ്ങനെ അങ്ങാകാൻ കഴിയുന്ന ഒരു പാർട്ടിയാണോ? അല്ല, അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് എന്ന് കെ മുരളീധരൻ ഓർമ്മിപ്പിക്കുന്നു. അതിനെ ഈ പറയുന്ന നിയമസഭാ കക്ഷിയുടെ അഭിപ്രായം നമ്മൾ മാനിക്കേണ്ടതുണ്ട്. ഡൽഹിയിൽ നിന്ന് തീരുമാനം വരേണ്ടതുണ്ട്. ഇതുവരെയായി ഡൽഹിയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും തീരുമാനം വന്നിട്ടുണ്ടോ? AICC ആണ് ഉദ്ദേശിക്കുന്നത്, ഹൈക്കമാൻഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഹൈക്കമാൻഡിൽ നിന്ന് ഇതുവരെ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ച് യാതൊരു തെളിവുകളോ ധാരണകളോ യാതൊരു വിവരമോ അവർ പുറത്തുവിട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഈ കാര്യങ്ങൾ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധി ആണെങ്കിലും AICC ജനറൽ സെക്രട്ടറിയായ പിന്നെ KC വേണുഗോപാലോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ മല്ലികാർജുൻ ഖാർഗെയോ ആരും ഇതിനെക്കുറിച്ച് യാതൊരു ചർച്ചകളും ഇപ്പോൾ എടുത്തിട്ടില്ല. ഇപ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് അവരുടെ നിലപാട്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ചർച്ച നടക്കേണ്ടത് ഇപ്പോഴല്ല. ഇവിടെ 2 തെരഞ്ഞെടുപ്പുകളാണ് മുന്നിലുള്ളത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, എല്ലാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും, ഇങ്ങനെ 2 തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വേണം കോൺഗ്രസ് പാർട്ടി ചിന്തിക്കാൻ എന്നുള്ള ധ്വനിയാണ് അതിനകത്തുള്ളത്. രമേശ് ചെന്നിത്തല ഇപ്പോഴേ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നവുമായി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് UDF-നകത്ത് യാതൊരു തർക്കവും നിലനിൽക്കുന്നില്ല എന്ന് ഏറ്റവും ഒടുവിലായി കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. സമുദായങ്ങൾ കോൺഗ്രസിനെ സ്വീകരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. തർക്കങ്ങളില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കെ മുരളീധരൻ്റെ ആ പ്രസ്താവനയെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ കോൺഗ്രസിലില്ല, പിന്നെ എന്തിനാണ് കെ മുരളീധരൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്? സമുദായങ്ങൾ കൂടെ നിന്നു എന്ന് പറഞ്ഞിട്ട് ആരും മുഖ്യമന്ത്രിയാകില്ല എന്ന് പറയേണ്ട ആവശ്യം അവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ കെ മുരളീധരൻ്റെ പ്രസ്താവനയിൽ പോലും ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഗംഭീര അടി നടക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അത് അങ്ങനെയൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള കെ മുരളീധരൻ നടത്തുന്നത് വെറുതെയുള്ള ശ്രമങ്ങൾ മാത്രമാണ്. സമുദായ അംഗങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്, പിന്തുണയ്ക്കുന്നത് വളരെ നല്ല കാര്യമാണ് എന്ന് കൂടി കെ മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ കെ മുരളീധരൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇവിടെ അടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ മാധ്യമങ്ങളുടെ കണ്ണിൽ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അങ്ങനെ ഒരു തർക്കവും പാർട്ടിക്കുള്ളിൽ നടക്കുന്നില്ല എന്ന ഇരട്ട ധ്വനിയുള്ള വാക്കുകളാണ് കെ മുരളീധരൻ്റെ വായിൽ നിന്ന് വീണത്. എന്തു തന്നെയാണെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം കെ മുരളീധരൻ ഇല്ല എന്നുള്ള ഏകദേശ ധാരണ നമുക്ക് മനസ്സിലായി. മിക്കവാറും കെ മുരളീധരന് ഒരു MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് കേരളത്തിലേക്ക് വീണ്ടും സജീവമാകാനുള്ള ശ്രമം കൂടി നടത്തുന്നതായി നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും.